ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്നൊരു ഡിഫറെൻറ്റ് റെസിപ്പി ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചീര മാത്രം വാങ്ങിച്ചാൽ മതി വെളിയിൽ നിന്ന്, ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റാണ് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകുന്നത്. പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ മോട്ടിവേഷൻ നൽകുന്നത് നിങ്ങളുടെ കമൻസിലാണ്. അപ്പം കമൻറ്റും ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് ചീര അവിയലിന്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, പിന്നെ കടുക്, പിന്നെ ഞാൻ കൊച്ചുള്ളി ചുമ്മാ എടുത്ത് വെച്ചേക്കുവാണ്, എക്സ്ട്രാ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ വെളുത്തുള്ളി 4 അല്ലി എടുത്തിട്ടുണ്ട്, കരിയാപ്പില, ചീര, കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഉണക്കമുളക് 2 എണ്ണം, പിന്നെ തേങ്ങ, മാങ്ങ, പച്ചമാങ്ങ, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക്. അതാണ് നമുക്ക് തേങ്ങയിലിട്ട് അരയ്ക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ അരയ്ക്കാൻ വെക്കുന്നുണ്ട് ജാറിൽ. പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി എടുത്ത് വെച്ച് 4 അല്ലി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേസ്റ്റായി വരാൻ വേണ്ടി. നമ്മൾ സാധാരണ അവിയൽ വെക്കുന്ന പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇതേപോലെ ഇരിക്കണം. കൂടുതലും അരയാൻ പാടില്ല, ഇതിനെക്കാട്ടിലും കുറച്ചും അരയാൻ പാടില്ല. അപ്പം എന്നിട്ട് അടുത്ത് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അവിയൽ വെക്കുന്ന ഏത് പാത്രത്തിലാണോ അതിൽ വെക്കുക, ഉരുളിയെങ്കിൽ ഉരുളി. ഞാനിവിടെ കുറച്ചായതുകൊണ്ട് ചീനിച്ചട്ടി വെക്കുന്ന. ആദ്യം എണ്ണ ഒഴിക്കണം ചീനിച്ചട്ടിയിൽ. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇടണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന വറ്റൽമുളകില്ലേ, വറ്റൽമുളക് രണ്ടെണ്ണം ഞാൻ എടുത്തായിരുന്നു. പിന്നെ 4 കഷ്ണം കൊച്ചുള്ളി എടുത്തായിരുന്നു, കുഞ്ഞായിട്ട് അരിഞ്ഞിടണം. എന്നിട്ട് നമ്മൾ കരിയാപ്പിലയും കൂടെ എടുത്ത് ഈ സമയത്ത് ഇടാൻ നോക്കണം. എന്നാലേ ഒരു നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ നമ്മുടെ കറിക്ക്. അപ്പം ഇതൊക്കെ കൂടെ നല്ലപോലെ മൂത്ത് ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡനിഷ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക്, ബ്രൗൺ ആവണ്ട, ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ വരട്ടി വരുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ആവണം. അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ എടുത്തു വെച്ചിരുന്ന ചീര ഇടുക. ചീര അരിയുമ്പോഴത്തേക്ക് നല്ലപോലെ കഴുകി നല്ലപോലെ ഒലച്ച് കഴുകിയിട്ട് വേണം അരിയാൻ, അല്ലെങ്കിൽ അതിൽ നമ്മുടെ മണ്ണൊക്കെ കാണും, അത് പിന്നെ കടിക്കാനൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ബിഗിനേഴ്സാണ് ഞാനിത് പറഞ്ഞു തരണേ. അപ്പോൾ എനിക്കെപ്പോഴും മുമ്പെയൊക്കെ പറ്റിക്കൊണ്ടിരുന്ന സംഭവമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടെ കൂട്ടി വയ്ക്കുന്നുണ്ട് ഒന്ന് വേവാൻ വേണ്ടി. എന്നിട്ട് മാങ്ങ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞ മാങ്ങയാണ്, പച്ചമാങ്ങ. പകുതി മാങ്ങയോളം ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചൂടുവെള്ളമല്ല, സാദാ വെള്ളം, നോർമൽ വാട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലോട്ട്. എന്നിട്ട് നമ്മൾ വേവാൻ വേണ്ടി മൂടി വയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചീരയൊക്കെ വാടി വരും. ആ സമയം ആകുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫുൾ മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കണം. നേരത്തെ കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരപ്പും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ പേസ്റ്റാക്കി വെച്ചില്ലേ ആദ്യം, ആ അരപ്പിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം അത് ഫുള്ള് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം പിന്നെയും ഞാൻ വേവിക്കാൻ വെച്ചു. അവിയലാകുമ്പോഴത്തേക്ക് കുറച്ച് ഒന്ന് വെള്ളം വറ്റിയാൽ മതി, ഫുൾ വെള്ളം വറ്റിക്കാൻ നിൽക്കില്ല. അപ്പം
പിന്നെ ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ പിന്നെയും തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും വറ്റി. ഇതാണ് കറക്റ്റ് പരുവം. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീര അവിയൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് ഗൈസ്. നല്ല പുളിപ്പും ഉണ്ട്, ആ മാങ്ങയുടെ നല്ല എരിവും കാണും. നമ്മുടെ ചോറിനൊക്കെ പറ്റിയ ഐറ്റമാണ് ഇതും കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എനിക്കിപ്പോഴേ വായിന്ന് വെള്ളം വരുന്നു. അപ്പം ഗൈസ്, റെസിപ്പി കണ്ടല്ലോ, സിമ്പിളാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്.